ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇതേപോലെ ഒരുപാട് വേടിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് അവിഞ്ഞ് ചീത്തയായി പോകാറുണ്ട്. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടുള്ള ടിപ്പെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതേപോലെ ന്യൂസ് പേപ്പറോ ഏത് പേപ്പറാണേലും കുഴപ്പമില്ല, കുറച്ച് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് സവാളയിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പമൊക്കെ ഈ കടലാസങ്ങ് വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ സവാള ഒട്ടും ചീഞ്ഞു പോകാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇതേപോലെ പേപ്പർ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ സിങ്കിനകത്തൊക്കെ ചെറിയ പ്രാണികളും അതേപോലെ പാറ്റ കുഞ്ഞുങ്ങൾ ഉറുമ്പ് ഒക്കെ വരുന്ന അതേപോലെ ബാഡ് സ്മെൽ ഒഴിവാകാനായിട്ട് ഇതേപോലെ ഒരു കർപ്പൂരം ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ കൂട്ടി വയ്ക്കുന്ന സഞ്ചി ഉണ്ടല്ലോ, അതിനകത്തും ഇതേപോലെ 1-2 കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തു നിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ ഉറുമ്പും പാറ്റയും ഒന്നും കൂട്ടിയിരിക്കത്തില്ല, കാരണം നമ്മൾ കൊടുക്കുന്നത് വരെ അത് സൂക്ഷിക്കുന്നതല്ലേ. അപ്പോൾ ഒരു ബാഡ് സ്മെല്ല് അതൊന്നും ഉണ്ടാകത്തില്ല. ഇതേപോലെ 2 കർപ്പൂരം അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ ചീത്തയാകാതിരിക്കാനായിട്ട് നമുക്കതിനകത്ത് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. ഉഴുന്ന് പരിപ്പിനകത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രാണികളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ 2-3 വറ്റൽമുളക്, എത്രമാത്രം ഉഴുന്ന് ഉണ്ടോ അതിനനുസരിച്ച് നമുക്കതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ചെറിയ പ്രാണികളുടെ ശല്യവും അതേപോലെ തന്നെ പുഴു അതൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളകിട്ട് കൊടുക്കുക. അപ്പം ഉഴുന്ന് പരിപ്പ് എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇനി കുട്ടികളൊക്കെ നമ്മൾ പെൻസിലെടുത്ത് ബുക്കിലൊക്കെ വരച്ചതിന് ശേഷം മായ്ക്കണമെങ്കിൽ ഇതേപോലെ ആ പെൻസിലിനകത്ത് തന്നെ 2 റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മായ്ക്കട്ട ഇല്ല എങ്കിൽ ഇറേസർ ഇല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഇതേപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്തോളും. കാരണം അവർ എഴുതുമ്പോഴത്തേന് പെൻസിൽ വെച്ചൊക്കെ എഴുതുമ്പോഴത്തേന് തെറ്റുമല്ലോ, അക്ഷരങ്ങളൊക്കെ തെറ്റി വരുമ്പോഴത്തേനൊക്കെ പെട്ടെന്ന് മായ്ക്കാൻ ഇതേപോലെ 2 റബ്ബർ ബാൻഡ് നമ്മൾ പെൻസിലിൻ്റെ ബാക്കിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മായ്ക്കട്ടയൊന്നും തപ്പിയെടുക്കാതെ നമുക്ക് പെട്ടെന്ന് മായ്ക്കാനായിട്ട് പറ്റും. ഇതേപോലെ വരയ്ക്കുമ്പം ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് മാഞ്ഞ് കിട്ടും. നമ്മൾ റബ്ബർ ബാൻഡൊക്കെ വെച്ച് മായ്ക്കുമ്പോഴത്തേനും നമ്മുടെ മായ്ക്കട്ടയൊക്കെ വെച്ച് മായ്ക്കത്തില്ലേ, റേസറൊക്കെ വെച്ച് മായ്ക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാഞ്ഞ് കിട്ടും കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ 2 അടിപൊളി സൊല്യൂഷനാണ് റെഡിയാക്കുന്നത്. പല്ലി, പാറ്റ, എലി എല്ലാത്തിനും നല്ല സൂപ്പർ 2 സൊല്യൂഷനാണ്. വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ ടൈഗർ ബാം അല്ലെങ്കിൽ കൊടാലിത്തൈലം, വിക്സ് ഏത് വേണേലും എടുക്കാം. പിന്നെ ഡെറ്റോള്, കർപ്പൂരം, ഇത്രയും സാധനം എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതേപോലെ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ടിന്നെടുക്കുക. അതിനകത്തോട്ട് 1-2 കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പം 1-2 കർപ്പൂരം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഡെറ്റോള്, അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ വിക്സിന് പകരം എന്തുകൊണ്ട് ഇപ്പോൾ ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വിക്സിന് പകരം ഞാൻ അമൃതാഞ്ജനാണ് എടുത്തിരിക്കുന്നത്. അമൃതാഞ്ജനോ ടൈഗർ ബാമോ വിക്സോ ഏതാണേലും കുഴപ്പമില്ല. അതേപോലെ നമുക്ക് ഒരു സ്വല്പം മാത്രം മതി, ഭയങ്കര ഒരു എഫക്റ്റാണ് ഇതിന്. അപ്പോൾ കർപ്പൂരത്തിനകത്ത് നമുക്ക് ഈ വിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടത് ചൂട് കഞ്ഞിവെള്ളമാണ്. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ആ വിക്സൊക്കെ അലിഞ്ഞ് ഇങ്ങ് വരും. അപ്പോൾ എല്ലാത്തിനും ക്വാണ്ടിറ്റി കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വിക്സിൻ്റെ അളവും അതേപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ അളവ്, കർപ്പൂരത്തിൻ്റെ അളവ്, അതേപോലെ നമ്മൾ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തല്ലോ അതിൻ്റെ അളവ് എല്ലാം കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു എഫക്റ്റീവാണ്. അപ്പം ടൈഗർ ബാം ഞാനിപ്പം അമൃതാഞ്ജനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ടൈഗർ ബാം വേണമെങ്കിലും എടുക്കാം, ഏത് വിക്സ് ആണെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് പല്ലി വരുന്ന ഭാഗത്തും അതേപോലെ പാറ്റ ശല്യം ഉണ്ടെങ്കിൽ കബോർഡിനകത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് ഞാൻ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റിയാണ്. അതിന് ശേഷം ഞാൻ വേറൊരു സൊല്യൂഷനും കൂടെ റെഡിയാക്കുന്നതായിട്ട് കാണിക്കാം.
അപ്പോൾ ഇത് രണ്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് പല്ലിയൊക്കെ ഇരിക്കുന്ന ഫ്രെയിമിൻ്റെ ഇടയിലും അതേപോലെ കർട്ടൻ്റെ ഇടയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം, വാഷ് ബേസിനകത്ത് ഒഴിച്ചു കൊടുക്കാം, അതേപോലെ മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. മുറ്റത്ത് നമ്മൾ എലി വരുന്ന പൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മുറ്റത്ത് നമുക്ക് ഇഴജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് അടുത്ത ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. നല്ലൊരു എഫക്റ്റാണ്. എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കുക. അടുത്ത ഒരു സൊല്യൂഷനും കൂടെ ഞാൻ റെഡിയാക്കാം. അപ്പോൾ അത് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അമൃതാഞ്ജൻ തന്നെയാണ്. അതും നമുക്ക് വിക്സോ എന്താ വേണേലും എടുക്കാം. ഞാനൊരു സ്വല്പം മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു മണമാണ് ഇത് അമൃതാഞ്ജന്. മിക്സിനേക്കാളും ഭയങ്കര ഒരു മണമാണ് കേട്ടോ. അതിനകത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഭയങ്കര ഒരു മണമാണ് ഇപ്പോൾ തന്നെ. ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടത് ഹാൻഡ് വാഷാണ്. അത് 1-2 ഹാൻഡ് വാഷ്, അതേപോലെ 1-2 തുള്ളി ഹാൻഡ് വാഷ്, അതുപോലെ കുറച്ച് വിനാഗിരി. ഇപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 തുള്ളി ഹാൻഡ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് 3 മാത്രം മതി. സൂപ്പറാണ്. ഈച്ചയൊക്കെ വന്നിരിക്കുന്നിടത്തൊക്കെ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കുക. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ടീപ്പോയിൽ, ഡൈനിങ് ടേബിളിൽ ഒക്കെ നമുക്കിത് ഒഴിച്ചിട്ട്, കാരണം ഇതിനകത്ത് വേറെ വിഷവും കാര്യങ്ങളൊന്നും തന്നെ ചേരാത്തതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പകൽ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിത് വെച്ചിട്ട് തന്നെ എല്ലായിടത്തും നമുക്ക് തുടച്ച് ക്ലീനാക്കാവുന്നതാണ്. അതുപോലെ തറ തുടയ്ക്കുകയാണെങ്കിൽ ഇതൊരു സ്വല്പം ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കുക. നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഈ ഒരു മണം നമുക്ക് ഈച്ച ശല്യം കൂടുതലുള്ള സമയമാണല്ലോ ഇപ്പം. കാരണം ചക്ക മാങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോഴത്തേന് ഈച്ച ശല്യമൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കിച്ചണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. അതേപോലെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് വരുന്ന ചെറിയ പ്രാണി പാറ്റ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും, അതേപോലെ നമ്മുടെ കബോർഡിനകത്ത്, അതേപോലെ ഫ്രെയിം, അതുകൊണ്ട് പല്ലിയൊക്കെ ഇരിക്കുന്ന ഈ ഫ്രെയിമിൻ്റെയും ചെടിയുടെയൊക്കെ ഇടയ്ക്കായിരിക്കുമല്ലോ ഇതാണ്ട് പൂക്കളുടെയൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇന്ന് കാണിച്ച് ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.